ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഗൂഗിളിലെ സെർച്ച് ഹിസ്റ്ററിയും അതുപോലെ തന്നെ ഗൂഗിളിലെ എല്ലാ ആക്ടിവിറ്റിയും എങ്ങനെ പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു, യൂട്യൂബിലെ സെർച്ച് ഹിസ്റ്ററി എങ്ങനെ പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക. പിന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണുക. പിന്നെ ഇതുപോലെ വീഡിയോകൾക്ക് ഈ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സെർച്ച് ഹിസ്റ്ററി സെർച്ച് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്തിട്ടുള്ള എല്ലാ കണ്ടൻറ്റും ഇവിടെ വരുന്നത് നമുക്കിവിടെ കാണാം. അതായത് നമ്മൾ എന്നും മുതലാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് തുടങ്ങി അന്ന് മുതലുള്ള എല്ലാ ഹിസ്റ്ററി നമുക്ക് ഇവിടെ ഇതിലുണ്ടായിരിക്കും. നമ്മളത് ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അന്ന് മുതലുള്ള എല്ലാ ഹിസ്റ്ററി ഇതിനകത്തുണ്ടായിരിക്കും. അപ്പോൾ ഇനി എങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ തൊട്ട് മുകളിൽ നമ്മുടെ ഒരു ഹോം ഐക്കൺ കാണാൻ സാധിക്കും നമുക്ക് ഗൂഗിൾ ഓപ്പൺ ചെയ്യുമ്പോൾ. അത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ സെർച്ച് ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതെടുത്ത് നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ആ ഓപ്ഷൻ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഗൂഗിളിൽ മൈ ആക്ടിവിറ്റി എന്ന് ഒന്ന് സെർച്ച് ചെയ്യുക. അതിൽ വെൽക്കം ടു മൈ ആക്ടിവിറ്റി എന്ന് കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതെടുത്ത് അപ്പോൾ ഇങ്ങനൊരു പേജിലേക്കാണ് വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതിലും ഇങ്ങനൊരു പേജിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ഓപ്ഷൻ കണ്ടില്ലെങ്കിൽ ഗൂഗിളിൽ ആക്ടിവിറ്റി എന്ന് മൈ ആക്ടിവിറ്റി എന്ന് സെർച്ച് ചെയ്ത് വെൽക്കം ടു മൈ ആക്ടിവിറ്റി എന്ന് പേജ് സെലക്ട് ചെയ്താൽ ഇങ്ങനെ പേജിലേക്ക് വരും. അവിടെ നമുക്ക് ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. പിന്നെ ബാക്കിലേക്ക് പോയി നമുക്ക് മറ്റേ ഓപ്ഷൻ തന്നെ എടുക്കാം. സെർച്ച് ഹിസ്റ്ററി എടുക്കുക. അതിൽ സെർച്ച് ഹിസ്റ്ററി ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആദ്യം തന്നെ ഇങ്ങനെ പേജിലേക്കാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ സേവിങ് ടു വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കത് ഓൺ ആയിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പം നമ്മൾ സെർച്ച് ചെയ്യുന്നതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവുന്നത് ഇത് ഓൺ ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ്. ഇത് ടേൺ ഓഫ് ചെയ്താൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നതൊന്നും ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവുകയില്ല. ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത് ഇൻക്ലൂഡ് ക്രോം ഹിസ്റ്ററി, അതുപോലെ തന്നെ ഗൂഗിളിൽ എന്തെങ്കിലും സൈറ്റുകൾ സെർച്ച് ചെയ്യുന്നതോ ആപ്സ് സെർച്ച് ചെയ്യുന്നതോ എല്ലാ ആക്ടിവിറ്റിയും ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആകും. അത് താഴെ ഇവർ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ സേവ് ആകുമെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഇതിലെ എല്ലാ ആക്ടിവിറ്റിയും സേവ് ആവുന്നത്. അത് ഓണായി കിടക്കുന്നതുകൊണ്ടാണ്. തൊട്ട് സൈഡിൽ ടേൺ ഓഫ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഓഫ് ചെയ്യണമെങ്കിൽ അത് ഓഫ് ചെയ്യാം. പിന്നെ തൊട്ട് താഴെയായിട്ട് ഓട്ടോ ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അത് നമുക്കൊന്ന് എടുത്തു നോക്കാം. അതിൽ ഓട്ടോ ഡിലീറ്റ് ആക്ടിവിറ്റി ഓൾഡർ ദാൻ ഇതിൽ 18 മാസമാണ് കിടക്കുന്നത്. ആ സൈഡിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ 3 മാസം, 18 മാസം, 36 മാസം എന്ന് പറഞ്ഞ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൽ ഏതെങ്കിലും മാസം നമുക്ക് ഇഷ്ടമുള്ള മാസം സെലക്ട് ചെയ്യുക. അത് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ 3 മാസം സെലക്ട് ചെയ്യുകയാണെങ്കിൽ 3 മാസം കൂടുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത എല്ലാ ഹിസ്റ്ററിയും ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആകും. അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഡിലീറ്റ് ആവുന്നതാണ്. നമ്മൾക്ക് ഇഷ്ടമുള്ള മന്തിൽ സെലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതാണ് ആ ഓപ്ഷനിൽ പറയുന്നത്, ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആവും. ഇപ്പോൾ നമ്മുടെ ഓട്ടോ ഡിലീറ്റ് ആക്ടിവിറ്റി ഓൾഡർ ദാൻ ഇപ്പോൾ എല്ലാവരുടെയും തൊട്ട് താഴെയുള്ള ഡോണ്ട് ഓട്ടോ ഡിലീറ്റ് ആക്ടിവിറ്റി ആയിരിക്കും കിടക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആവുന്നില്ല ഇപ്പം നിലവിൽ. അപ്പോൾ ആ ഓപ്ഷനിൽ അത്തരം കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ നമ്മളിനി പെർമനൻ്റ് ആയിട്ട് എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ താഴത്തേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓരോന്നായിട്ട് ഇവിടെ വന്ന് കിടക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വന്ന് കിടക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. അത് വേണമെങ്കിൽ ആ ഇൻഡോയിൽ ക്ലിക്ക് ചെയ്ത് ഓരോന്നായിട്ട് വേണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒത്തിരി സമയം പിടിക്കും അപ്പോൾ ഓരോന്നായിട്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിലായിട്ടുള്ള ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിലീറ്റ് ടുഡേ, ഡിലീറ്റ് കസ്റ്റം റേഞ്ച്, ഡിലീറ്റ് ഓൾ ടൈം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഡിലീറ്റ് ഇന്നത്തെ മാത്രം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ടുഡേ, അതുപോലെ തന്നെ ഡിലീറ്റ് കസ്റ്റം റേഞ്ച് ആണെങ്കിൽ
നമ്മൾ എന്ന് മുതലുള്ള കാര്യങ്ങളാണ് ഡിലീറ്റ് ചെയ്യേണ്ടത് എന്ന ഡേറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇവിടെ സൈഡിൽ ഒരു ബാർ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കലണ്ടർ ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാം. അപ്പോൾ നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്ത് എന്ന് വരെയുള്ള കാര്യങ്ങളാണ് ഡിലീറ്റ് ചെയ്യേണ്ടത് എന്ന് കാണാം. ഇപ്പോൾ ആഫ്റ്റർ അതുപോലെ തന്നെ ബിഫോർ എന്നുപോലുള്ള കാര്യങ്ങളാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് ഇവർ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഡേറ്റ് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഡിലീറ്റ് ഓൾ ടൈം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇമേജ് സെർച്ച് അതുപോലെ തന്നെ ഗൂഗിളിൽ സെർച്ച് വീഡിയോ സെർച്ച് ഇതൊക്കെ നമ്മളൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം സെലക്ട് ഓൾ കൊടുത്തിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കൺഫേം ദാറ്റ് യു വുഡ് ലൈക്ക് ടു ഡിലീറ്റ് ദ ഫോളോവിങ് ആക്ടിവിറ്റി, എല്ലാ ആക്ടിവിറ്റിയും ഡിലീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ ഡിലീഷൻ കംപ്ലീറ്റ്. അപ്പോൾ നമ്മൾ സെർച്ച് ഹിസ്റ്ററി നമ്മൾ ഇതിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തുള്ള എല്ലാ ഹിസ്റ്ററിയും ഇപ്പോൾ ഡിലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ പ്രസ് ചെയ്യാം. അപ്പോൾ ഇനി താഴത്തേക്കൊന്ന് ഇപ്പോൾ നമ്മൾ താഴത്തേക്കൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ ഒന്നും നമുക്കിവിടെ സെർച്ച് ഹിസ്റ്ററി കാണാൻ സാധിക്കുന്നില്ല. എല്ലാ സെർച്ച് ഹിസ്റ്ററിയും ഫുള്ളായിട്ട് ഡിലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എങ്ങനെ നമ്മുടെ ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററി പെർമനൻ്റായിട്ട് ഡിലീറ്റ് ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ നേരെ സെർച്ച് ബാറിൽ ചുമ്മാ സെർച്ച് ബാറിലെടുത്ത് എല്ലാം നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ജസ്റ്റ് ഒന്ന് മാത്രമാണ് പോകുന്നുള്ളൂ, പെർമനൻ്റായിട്ട് ഡിലീറ്റ് ആവുന്നില്ല. ഇങ്ങനെ ചെയ്താൽ മാത്രമാണ് നമുക്ക് പെർമനൻ്റായിട്ട് എല്ലാ ആക്ടിവിറ്റിയും ഗൂഗിളിൽ സെർച്ച് ചെയ്ത ഹിസ്റ്ററി എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ആവുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതുപോലെ വീഡിയോയ്ക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.